ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ മാർച്ച് 1 മാർച്ച് 2 കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ മാർച്ച് 1 ഇമ്പോർട്ടൻസ് നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് എന്താണ്, മാർച്ച് 1 എന്ന് പറഞ്ഞാൽ സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ ആണ്. അപ്പോൾ ഈ സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഹൗ ദ പീപ്പിൾ ക്യാൻ ബിക്കം ഇൻഫോംഡ്, അതായത് ഇൻക്ലൂഷൻ പ്രൊമോട്ട് ചെയ്യുക, കമ്പാഷൻ പ്രൊമോട്ട് ചെയ്യുക, പീസ്, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആളുകൾ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനത്തെ ഐഡിയാസ് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ ആളുകൾ ഇതിനെ പറ്റിയിട്ടൊക്കെ എങ്ങനെയാണ് അറിയുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്കൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്നത്, ഇങ്ങനത്തെ ഒരു ഐഡിയ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും എന്താണ് വളരെ നല്ല ഒരു ഡിഗ്നിറ്റിയോടെ പ്രൊഡക്റ്റീവായിട്ടൊരു ലൈഫ്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഹാപ്പി ആയിട്ടുള്ള ലൈഫാണ്, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പം അതിന് ഈ ഡിസ്ക്രിമിനേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ, കാസ്റ്റ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പം അങ്ങനത്തെ ആ ഒരു ഐഡിയ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ മാർച്ച് 1 സെലിബ്രേറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത്. ഇനി അടുത്ത മാർച്ച് 1 പ്രത്യേകത എന്ന് വെച്ചാൽ വേൾഡ് സിവിൽ ഡിഫൻസ് ഡേ ആണ്. അപ്പോൾ വേൾഡ് സിവിൽ ഡിഫൻസ് ഡേ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഈ ഒരു സിവിൽ ഡിഫൻസ് മെഷേഴ്സിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ്, അതുപോലെ തന്നെ ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിക്കോട്ടെ, ആക്സിഡൻറ്റ്, ഡിസാസ്റ്റർ, മറ്റ് ക്രൈസിസുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആളുകളുടെ പ്രോപ്പർട്ടിയും ആളുകളെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനൊരു ഷീൽഡായിട്ട് നമുക്കൊരു നമ്മുടെ ഫ്രണ്ടിലൊരു ഷീൽഡായിട്ട് നിൽക്കുന്നതിൽ എത്രത്തോളം സിവിൽ ഡിഫൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അത് എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു അവെയർനെസ് ആളുകളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ വേൾഡ് സിവിൽ ഡിഫൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വേൾഡ് സിവിൽ ഡിഫൻസ് ഡേ പറയുമ്പോൾ നമുക്ക് അതിനകത്ത് പറയേണ്ട ഒരു കാര്യമാണ്, യുണൈറ്റഡ് നേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഇൻ്റർനാഷണൽ സിവിൽ ഡിഫൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിവിൽ ഡിഫൻസ് ഓർഗനൈസേഷനാണ് ഡിക്ലെയർ ചെയ്തത് 1990 വേൾഡ് സിവിൽ ഡിഫൻസ് ഡേ എന്ന് പറയുന്നത് മാർച്ച് 1 എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തത് ഈ ഒരു ഓർഗനൈസേഷനാണ്. എന്നാ ഇത് ഡിക്ലെയർ ചെയ്തത്? 1990 1990 നമ്മൾ എന്ത് ഡിക്ലെയർ ചെയ്തത്? മാർച്ച് 1 വേൾഡ് സിവിൽ ഡിഫൻസ് ഡേ ആണ് എന്ന് ഡിക്ലെയർ ചെയ്തത്. അത് ആ ഒരു ഓർഗനൈസേഷനാണ് ഡിക്ലെയർ ചെയ്തത്. ഇനി അതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനേജിങ് എൻവയോൺമെൻറ്റൽ റിസ്ക് ഫോർ എ റെസിലിയൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. അപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റ് റിസ്കുകളൊക്കെ മാനേജ് ചെയ്യുക, ഒരു റെസിലിയൻ്റ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, അതാണ് നമ്മുടെ തീം എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ മാർച്ച് 1 വേൾഡ് സീ ഗ്രാസ് ഡേ ആണ്. അപ്പോൾ മെയ് 2022 ജനറൽ അസംബ്ലി എന്ത് തീരുമാനിച്ചു? മാർച്ച് 1 വേൾഡ് സീ ഗ്രാസ് ഡേ ആയിട്ട് പ്രൊക്ലെയിം ചെയ്യാൻ തീരുമാനിച്ചു. അവരങ്ങനെ പ്രൊക്ലെയിം ചെയ്തു. അപ്പോൾ ഈ സീ ഗ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറൈൻ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. കൂടുതലും ഷാലോ വാട്ടേഴ്സിലാണ് കാണുന്നത്, ആർട്ടിക് സർക്കിൾ ആ ഒരു ഏരിയയിലാണ് ഇത് കാണുന്നത്. അപ്പം നമ്മുടെ ഓഷ്യൻ ഫ്ലോറിൻ്റെ 0.1% ഈ ഒരു സീ ഗ്രാസ് മെഡോസ് ആണുള്ളത്. ഇതാണ് കുറേ ഫിഷസിനും ടർട്ടിൽസിനും സീ ഹോഴ്സിനും ഒക്കെ എന്താണ് ഫുഡും ഷെൽട്ടറും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം മറൈൻ പ്ലാന്റ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ സീ ഗ്രാസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു സീ ഗ്രാസ് ഡേ ആയിട്ട് മാർച്ച് 1 എന്ത് ചെയ്തു? തീരുമാനിച്ചിട്ടുണ്ട്. എന്നാണ് അത് തീരുമാനിച്ചത്? 2022 ജനറൽ അസംബ്ലിയാണ് അത് തീരുമാനിക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്നത്, ഈ ഇടയ്ക്ക് നമ്മൾ നോട്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 21% ഓഫ് സീ ഗ്രാസ് സ്പീഷീസും എന്താണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഏത് ഇതിലാണ്? നിയർ ത്രെട്ടൻഡ്, വൾണറബിൾ ആൻഡ് എൻഡേഞ്ചർഡ് സ്പീഷീസിലാണ് ഇത്. അതായത് ഇപ്പം എൻഡേഞ്ചറായി പോകാൻ, അത് വംശനാശം സംഭവിച്ച് പോകാൻ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സ്പീഷീസിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു സീ ഗ്രാസ് 21% സീ ഗ്രാസ് സ്പീഷീസിനെ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ വംശനാശം പെടാതെ അതിനെ കൺസർവ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു അവെയർനെസ്സും കൊടുക്കുന്നുണ്ട് അവർ. അപ്പം നമ്മൾ ഡേയ്സ് പറഞ്ഞു, നമ്മൾ എന്തൊക്കെയായിരുന്നു ഇതെല്ലാം പറഞ്ഞു. നമ്മൾ മാർച്ച് 1 ആണ്. മാർച്ച് 1 എന്താണ്? സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ ആണ് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് മാർച്ച് 1 വേൾഡ് സിവിൽ ഡിഫൻസ് ഡേ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം, യുണൈറ്റഡ് നേഷൻ ആണ് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഇൻ്റർനാഷണൽ സിവിൽ ഡിഫൻസ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് ഈ പറഞ്ഞ ഓർഗനൈസേഷനാണ് 1990 വേൾഡ് സിവിൽ ഡിഫൻസ് ഡേ ഡിക്ലെയർ ചെയ്തത്. പിന്നെ അതിൻ്റെ തീമിനെ പറ്റി നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു? മാനേജിങ് എൻവയോൺമെൻറ്റ് റിസ്ക് ഫോർ എ റെസിലിയൻറ്റ് ആൻഡ് എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ വേൾഡ് സീ ഗ്രാസ് ഡേ എന്ന് പറയുന്നത് മാർച്ച് 1 ആണ് നമ്മൾ പറഞ്ഞു. അത് ഡിക്ലെയർ ചെയ്തത് ആരാണ്? നമ്മുടെ ജനറൽ അസംബ്ലിയാണ്. യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി മെയ് 2022 എന്ത് പറഞ്ഞത്? മാർച്ച് 1 എന്തായിട്ട് പറഞ്ഞത്? വേൾഡ് സീ ഗ്രാസ് ഡേ ആയിട്ട് പറഞ്ഞത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത്
ഇന്ത്യൻ എയർഫോഴ്സ് ഡെമോൺസ്ട്രേറ്റ്സ് കോമ്പാറ്റ് സ്ട്രെങ്ത് ഇൻ എക്സൈസ് വായു ശക്തി ഇൻ രാജസ്ഥാൻ. ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു എന്ത് വിറ്റ്നസ് ചെയ്തു? വായു ശക്തി 2026 എക്സൈസ് വിറ്റ്നസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. എവിടെ വെച്ചാണ് വിറ്റ്നസ് ചെയ്തത്? നമ്മുടെ രാജസ്ഥാനിലെ ജയ്സൽമർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട്. അവിടെ വെച്ചിട്ട് എന്താണ് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ എക്സൈസ് ആയിട്ടുള്ള വായു ശക്തി 2026 വിറ്റ്നസ് ചെയ്തു. അപ്പോൾ ഈ ഒരു വായുശക്തി 2026 എക്സൈസ് കണ്ടക്ട് ചെയ്യുന്നത് ഏത് ഫോഴ്സാണ്? നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സൈസ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒരു പ്രൈമറി ഒബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സ്ട്രൈക്ക് സിമുലേറ്റഡ് ഒരു വാർ ടൈം സിനാറിയോയിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് സ്വിഫ്റ്റുകൾ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ, ഒരു ഡിഫെൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് അതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരു കേപ്പബിലിറ്റി നമ്മുടെ ആ ഒരു ഇതിൻ്റെ നമ്മുടെ ഡിഫെൻസിൻ്റെ ഒരു കേപ്പബിലിറ്റി കാണിക്കാൻ വേണ്ടി, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സൈസ് നടത്തിയത്. അപ്പം ഈ വായുശക്തി 2026 എക്സൈസ് എവിടെ വെച്ചിട്ടാണ് നടത്തിയെന്ന് ചോദിച്ചാൽ ജയ്സൽമർ രാജസ്ഥാനിൽ വെച്ചിട്ടാണ് നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ദ്രൗപദി മുർമു അത് വിറ്റ്നസ് ചെയ്തു. അത് കണ്ടക്ട് ചെയ്തത് ഇന്ത്യൻ എയർഫോഴ്സ് ആണ് കണ്ടക്ട് ചെയ്തത്. അതാണ് നമ്മൾ ഇതിനകത്ത് നോക്കേണ്ട പോയിന്റ്സ്. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ദ്രൗപദി മുർമു ചെയ്ത വേറൊരു കാര്യമാണ് LCH പാരച്ചന്ദ് ഹെലികോപ്റ്ററിൽ ആൾ ട്രാവൽ ചെയ്തു. അപ്പോൾ ഇത് എന്താണ്, നമ്മൾ ഒരു 25 മിനിറ്റ് ആയിട്ടുള്ള ഒരു 25 മിനിറ്റിൻ്റെ ചെറിയൊരു ഫ്ലൈറ്റാണ് ഈ ഒരു നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഹെലികോപ്റ്ററിൽ എന്താണ് ദ്രൗപദി മുർമു ഒരു 25 മിനിറ്റ് ഒരു ഫ്ലൈറ്റ് എടുത്തു. ഈ ഒരു ഫ്ലൈറ്റ് എന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് പറയാം നമ്മുടെ ഡിഫെൻസിൽ എത്രത്തോളം പവർ ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ ഡിഫെൻസ് എത്രത്തോളം പവർഫുൾ ആണ് എന്ന് വിറ്റ്നസ് ചെയ്യുന്ന മൂന്നാമത്തെ മേജർ ഫ്ലൈറ്റാണ് നമ്മുടെ പ്രസിഡന്റ് എടുത്തിട്ടുള്ളത്. ഇതിന് മുൻപ് 2 ഫ്ലൈറ്റ് ഇതുപോലെ ആൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള ആ ഹെലികോപ്റ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LCH പാരച്ചന്ദ് ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നമ്മൾ തന്നെ ഇൻഡിജീനിയസ്ലി നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഈ ഒരു ഹെലികോപ്റ്ററിൽ ഒരു 25 മിനിറ്റ് ഫ്ലൈറ്റ് ദ്രൗപദി മുർമു എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ആൾ എടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മുടെ ഡിഫെൻസ് എത്രത്തോളം പവർഫുൾ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ പാർച്ചന്ദിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിജീനിയസ് ആയിട്ട് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കോമ്പാക്ട് ഹെലികോപ്റ്ററാണ് ഇത്. മെയിനായിട്ടും ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ വളരെ ഹൈറ്റിൽ അങ്ങനത്തെ ഒരു ബാറ്റിൽ ഫീൽഡ് എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് സ്പെഷ്യലി ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്തതും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ആണ്. ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ പ്രോഗ്രാമിൻ്റെ അണ്ടറിലാണ് അവരിത് ഡിസൈൻ ചെയ്തതും അതുപോലെ മാനുഫാക്ചർ ചെയ്തതും. ഇനി ഇവരുടെ ഒരു പ്രൈമറി ഒബ്ജക്റ്റ് അവർക്ക് എന്തിനാണ് കേപ്പബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും ഹിമാലയയുടെ യുണീക്ക് ടെറൈനുകളായിട്ടുള്ള സ്ഥലങ്ങളിൽ, അതായത് കൂടുതൽ ഹെവിയർ അറ്റാക്ക് വരുന്ന സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാർച്ചന്ദ് പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. പാർച്ചന്ദ് ഹെലികോപ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് മെയിനായിട്ടും അങ്ങനത്തെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയാസിലൊക്കെ ഇതുപോലെ ഡിഫെൻസിന് വേണ്ടിയിട്ട്, ഇതുപോലെ എന്തെങ്കിലും വാറൊക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറ്റാക്ക് വരുന്ന സ്ഥലത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഹെലികോപ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡിഫെൻസിൽ പറഞ്ഞ 2 ന്യൂസസ് എന്തൊക്കെയാണ്? ഒന്ന്, ഇന്ത്യൻ എയർഫോഴ്സ് വായു ശക്തി 2026 എക്സൈസ് നടത്തി രാജസ്ഥാനിലെ ജയ്സൽമർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് അത് നമ്മുടെ ദ്രൗപദി മുർമു പ്രസിഡന്റ് അത് വിറ്റ്നസ് ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞത് ഈ സെയിം സ്ഥലത്ത് തന്നെ ജയ്സൽമർ രാജസ്ഥാനിൽ വെച്ചിട്ട് തന്നെ LCH പാർച്ചന്ദ് എന്ന് പറയുന്ന ഹെലികോപ്റ്ററിൽ നമ്മുടെ പ്രസിഡന്റ് എന്ത് ചെയ്തു? ഒരു ചെറിയ ഫ്ലൈറ്റ് എടുത്തു. 25 മിനിറ്റിൻ്റെ ഒരു ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഡിസൈൻ ചെയ്തത് ഈ പാർച്ചന്ദ് എന്ന് പറയുന്ന ആ ഒരു ഹെലികോപ്റ്റർ ഡിസൈൻ ചെയ്തതും മാനുഫാക്ചർ ചെയ്തതും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ആണ്. പിന്നെ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഓപ്പറേറ്റ്, അത് പ്രത്യേകിച്ച് ഹിമാലയൻ ഏരിയാസിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇനി അടുത്ത നമ്മൾ പറയുന്നത് US-ഉം ഇസ്രയേലും കൂടി ചേർന്നിട്ട് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തു എഗനസ്റ്റ് ഇറാനെതിരെ US-ഉം ഇസ്രയേലും കൂടെ ലോഞ്ച് ചെയ്തിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്തിനെ ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. ആരൊക്കെ തമ്മിലുള്ളതാണ്? സുപ്രീം ലീഡർ ആയിട്ടുള്ള അയത്തുള്ള അലി ഖമേനിയും അതുപോലെ ഇറാനിയൻ പ്രസിഡന്റും കൂടെ ചേർന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. അപ്പോൾ ഇതൊരു കോർഡിനേറ്റഡ് മിസൈലാണ്. ഇവർ രണ്ടുപേരോട് ചേർന്ന് നടത്തുന്ന ഒരു മിസൈലാണ്. ആർക്കെതിരെ? ഇറാനെതിരെ. അപ്പോൾ ഇത് ടെഹ്റാൻ അതുപോലെ തന്നെ മറ്റ് സിറ്റീസിലുമൊക്കെ ഒരു വലിയ മാസീവ് എക്സ്പ്ലോഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മിസൈലാണ് ഈ പറയുന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പറയുന്നത്.
ഇനി അടുത്ത നമ്മൾ പറയുന്നത് ആയത്തുള്ള അലി ഖമനെ എന്ന് പറഞ്ഞ ഇറാൻ്റെ സുപ്രീം ലീഡർ 86-ാമത്തെ വയസ്സിൽ മരിക്കുകയാണ്. അപ്പം നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ നടക്കുന്ന വാറിൻ്റെ ഭാഗമായിട്ടാണ് ആൾ മരിച്ചിട്ടുള്ളത്. ഇസ്രയേലിൽ നടന്നൊരു മേജർ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇറാനിയൻ സുപ്രീം ലീഡറായിട്ടുള്ള ആയത്തുള്ള അലി ഖമനെ മരിക്കുന്നത്. അപ്പോൾ ആൾ ഇറാൻ്റെ ഹാർട്ട് ലൈൻ സ്പിരിച്വൽ ഗൈഡ് ആൻഡ് ടോപ്പ് പൊളിറ്റിക്കൽ അതോറിറ്റിയാണ് സിൻസ് 1989 മുതൽ നമ്മൾ ഈ പറയുന്ന പോലെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ഗൈഡായിട്ട് ഇറാനിൽ ഉണ്ടായിരുന്ന ഒരു ലീഡറാണ് ആയത്തുള്ള അലി ഖമനെ എന്ന് പറയുന്നത്. അപ്പോൾ ആളാണ് ഈ ഒരു അറ്റാക്കിൽ വെച്ചിട്ട് മരണപ്പെട്ടു. അപ്പം നമ്മൾ ഇറാൻ്റെ ആ ഒരു സിസ്റ്റം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇറാൻ്റെ തിയോക്രാറ്റിക് സിസ്റ്റത്തിൽ സുപ്രീം ലീഡർ ആയിരിക്കും ഏറ്റവും പവർഫുൾ ഫിഗർ എന്ന് പറഞ്ഞാൽ ആ ഒരു കൺട്രിയുടെ, അതായത് പ്രസിഡന്റിൻ്റെയും പാർലമെൻറ്റിൻ്റെയും ജുഡീഷ്യറിയുടെയും മേളിലായിരിക്കും ആ ഒരു സുപ്രീം ലീഡർ വരുന്നത്. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇറാനിലുള്ളത്. അതുകൊണ്ട് ആ സിസ്റ്റം നമ്മൾ എന്താ പറയുക, തിയോക്രാറ്റിക് സിസ്റ്റം എന്നാണ് പറയുന്നത്. അവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാടിനെ പോലെ ആയിരിക്കത്തില്ല, പ്രസിഡന്റും പാർലമെൻറ്റും ജുഡീഷ്യറിക്കും ഒക്കെ മേളിലായിരിക്കും ആ ഒരു സുപ്രീം ലീഡർ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു സുപ്രീം ലീഡർ ആയിരുന്നു ആരെന്ന് പറഞ്ഞാൽ ആയത്തുള്ള അലി ഖമനെ എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രയേലിലുണ്ടായ ഒരു മേജർ അറ്റാക്കിൻ്റെ ഇറാനിലുണ്ടായ ഒരു മേജർ അറ്റാക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇതുണ്ടായത്, ആൾ മരിക്കുന്നത്. ഇനി അടുത്ത നമ്മൾ പറഞ്ഞത് പാകിസ്ഥാൻ ഒരു ഓപ്പൺ വാർ, അതായത് കാബൂൾ എയർ സ്ട്രൈക്കിന് ശേഷം പാകിസ്ഥാൻ ഒരു ഓപ്പൺ വാറിന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ആ ഒരു ചെറിയ പ്രശ്നം, ആ ഒരു ബഹളത്തിന്, ആ ഒരു വാറിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ എന്ത് പറഞ്ഞു, അവർ ഓപ്പൺ വാറിന് ലോഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ഖസാബ് ലിൽ ഹാക്ക് എന്ന് പറയുന്ന ഒരു വാർ എന്ത് ചെയ്തു, അവരങ്ങനെ ഒരു സംഭവം ലോഞ്ച് ചെയ്തു. ഈ പറയുന്ന ബോർഡർ അഗ്രിയേഷൻ, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാൻ്റെ ഇടയിൽ ഉണ്ടായ ആ ഒരു ബോർഡർ അഗ്രിയേഷന് റെസ്പോൺസ് ആയിട്ട് പാകിസ്ഥാൻകാർ എന്ത് തീരുമാനിച്ചു, ഞങ്ങൾ ഒരു ഓപ്പൺ വാർ ഡിക്ലെയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്നൊരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഖസാബ് ലിൽ ഹാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു കറൻറ്റ് കോൺഫ്ലിക്റ്റ് എന്തിനെ കാണിക്കുക വെച്ചാൽ ഒരു ഷാർപ്പ് മിലിറ്ററി എസ്കലേഷൻ ബിറ്റ്വീൻ ദ പാകിസ്ഥാൻ ആംഡ് ഫോഴ്സ് ആൻഡ് അഫ്ഗാൻ താലിബാനും പാകിസ്ഥാൻ ആംഡ് ഫോഴ്സും കൂടെ തമ്മിലുള്ള ഒരു മിലിറ്ററി പ്രശ്നമാണ് ഇപ്പം നടക്കുന്ന ആ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണ് ഈ ഒരു പ്രശ്നം നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു ഇമേജിൽ കാണാൻ പറ്റുന്ന റെഡ് ഏരിയ ഉണ്ടല്ലോ, അവിടെയാണ് ആ ഒരു പ്രശ്നം നടക്കുന്നത്. ഇത് മെയിനായിട്ടും പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും ഒരു ബോർഡർ ഏരിയ ആണ്. ആ ഒരു ബോർഡർ ഏരിയയിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്, ഈ ഒരു പ്രശ്നം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങൾ ഒരു ഓപ്പൺ വാർ ഡിക്ലെയർ ചെയ്യുവാണ് എന്ന് പറഞ്ഞത്. ഇനി അടുത്ത ന്യൂസ് നമുക്ക് നോക്കാം. PM മോദി ലോഞ്ചസ് നേഷൻ വൈഡ് HPV വാക്സിൻ പ്രോഗ്രാം ഫോർ ഗേൾസ് ഏജ്ഡ് അപ്പോൾ നോക്കാം. PM Modi launches nationwide HPV vaccination program for girls aged 14 years. അപ്പം 14 വയസ്സ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പുതിയ വാക്സിനേഷൻ HPV വാക്സിനേഷൻ പ്രോഗ്രാം നേഷൻ വൈഡ് നമ്മുടെ PM മോദി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ലോഞ്ച് നേഷൻ വൈഡ് ക്യാമ്പയിൻ ഫോർ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനേഷൻ ഫോർ ഗേൾസ് ഏജ്ഡ് 14 ഇയേഴ്സ് ഇൻ അജ്മീർ രാജസ്ഥാൻ. അപ്പോൾ രാജസ്ഥാനിൽ വെച്ചിട്ടാണ് ഈ ഒരു വാക്സിനേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു നേഷൻ വൈഡ് ആണ്, നമ്മുടെ ഫുൾ ഇന്ത്യയിൽ ഉള്ള എല്ലാ 14 വയസ്സ് ഏജുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഒരു HPV വാക്സിൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ് HPV വാക്സിൻ എന്ന് പറയുന്നത്? ഒരു സീരീസ് ഓഫ് ഷോട്ട്സ് ആണ് ദാറ്റ് പ്രൊട്ടക്ട് യു ഫ്രം HPV ഇൻഫെക്ഷൻ. HPV ഇൻഫെക്ഷനിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് ഷോട്ട്സ്, ഒരു വാക്സിനാണ് എന്തെന്ന് പറഞ്ഞാൽ HPV വാക്സിൻ എന്ന് പറഞ്ഞത്. HPV ഇൻഫെക്ഷൻസിനെയൊക്കെ ഇത് പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ 9 വയസ്സിനും 26 വയസ്സിനും ഇടയിലുള്ള ആ ഒരു ആൾക്കാർക്ക്, ആ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് ഈ ഒരു HPV വാക്സിനേഷൻസ് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. വൺസ് എ പേഴ്സൺ ഗെറ്റ്സ് HPV, ഒരാൾക്ക് HPV കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാക്സിൻ മേ നോട്ട് ബി ആസ് എഫക്റ്റീവ്. അപ്പോൾ ഓൾറെഡി HPV ഉള്ള ഒരാൾക്ക് ഈ ഒരു വാക്സിൻ അത്ര എഫക്റ്റീവ് ആയിരിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ പ്രഗ്നൻസി ടൈമിലൊന്നും ഇത് കൊടുക്കത്തില്ല. അപ്പോൾ നമ്മൾ നേഷൻ വൈഡ് ഒരു വാക്സിനേഷൻ പ്രോഗ്രാം കൊണ്ടുവന്ന് HPV വാക്സിനേഷൻ ഏത് വയസ്സിന് ഉള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത്? 14 ഇയേഴ്സ് ഏജുള്ള കുട്ടികൾക്കാണ്, പെൺകുട്ടികൾക്കാണ് ഇത് കൊടുക്കുന്നത്.
ഇനി സോനവാൽ ലോഞ്ചസ് 3 ബ്രഹ്മപുത്ര വാട്ടർ വേ പ്രോജക്ട്സ്. അപ്പോൾ സോനവാൽ എന്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്? 3 ബ്രഹ്മപുത്ര വാട്ടർ വേ പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോനവാൽ എന്ന് പറയുന്നത് നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് പോർട്ട് ആൻഡ് ഷിപ്പിംഗ് വാട്ടർ വേയുടെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള സർബാനന്ദ സോനോവാലാണ് എന്ത് ഇനാഗ്രേറ്റ് ചെയ്തത്? 3 മേജർ ഇൻലാൻഡ് വാട്ടർ വേ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്തത്. എവിടെയാണ്? ദിബ്രുഗറിലാണ്, ഓൺ നാഷണൽ വാട്ടർ വേ 2. അപ്പോൾ ഈ ഏത് റിവറിനകത്താണ്? റിവർ ബ്രഹ്മപുത്രയാണ്. ദിബ്രുഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ 3 ഇൻലാൻഡ് വാട്ടർ വേ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ എന്ത് ചെയ്തത്? ഇനാഗ്രേറ്റ് ചെയ്ത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ കോംപ്ലക്സ് അറ്റ് ബോഗിബീൽ, കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ കോംപ്ലക്സ് അറ്റ് ദുബ്രി ആൻഡ് ദി ഇന്നോവേറ്റീവ് ഹെറിറ്റേജ് ബിൽഡിംഗ് ഓഫ് ഇൻലാൻഡ് വാട്ടർ വേ അതോറിറ്റി ഓഫ് ഇന്ത്യ അറ്റ് ദിബ്രുഗർ. അങ്ങനെ ഈ 3 പ്രോജക്ട്സുകളാണ് വരുന്നത്. അപ്പോൾ ദോഗിബിൽ എന്ന് പറഞ്ഞ സ്ഥലത്തും ദുബ്രി പിന്നെ ദിബ്രുഗർ, ഇനി ഈ 3 സ്ഥലത്തായിട്ടാണ് ഈ 3 പ്രോജക്റ്റുകൾ വരുന്നത്. അതിൽ ഈ ദുബ്രി കസ്റ്റംസ് ഇമിഗ്രേഷൻ കോംപ്ലക്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഓപ്പറേഷൻസ് ഒക്കെ വെസ്റ്റേൺ ആസാമിലുള്ള എന്താണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രോഗ്രാംസ് ഒക്കെ ബൂസ്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഈ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടും ക്രോസ് ബോർഡർ കൊമേഴ്സിനും വേണ്ടിയിട്ട്, ബംഗ്ലാദേശ് ഭൂട്ടാനൊക്കെയുമായിട്ടുള്ള ആ ഒരു ബോർഡർ കൊമേഴ്സിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടും പിന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഓപ്പറേഷൻസിനൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്? ഈ ഒരു ദുബ്രി കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ കോംപ്ലക്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ എക്സ്പോർട്ടും ഇമ്പോർട്ടും കാര്യങ്ങളായിക്കോട്ടെ, നമ്മുടെ ട്രാൻസ്പോർട്ട് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ, അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഭൂട്ടാനുമായിട്ടൊക്കെ ഉള്ള ആ ഒരു കൊമേഴ്സ് നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ഇത് കൊണ്ടുവന്നിട്ട് ഈ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നാഷണൽ വാട്ടർ വേ ആക്ട് 2016 പ്രകാരം 20 റിവറിൻ്റെ നോർത്ത് ഈസ്റ്റ്, നമ്മുടെ നോർത്ത് ഈസ്റ്റിലുള്ള 20ഓളം റിവറിനെ എന്തായിട്ട് ഡിക്ലെയർ ചെയ്തു? നാഷണൽ വാട്ടർ വേസ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് നാഷണൽ വാട്ടർ വേ 2ഉം, ബരക് എന്ന് പറഞ്ഞ നാഷണൽ വാട്ടർ വേ 16ഉം, ധൻസിരി എന്ന് പറഞ്ഞ നാഷണൽ വാട്ടർ വേ 31ഉം, കൊപ്ലി എന്ന് പറഞ്ഞ നാഷണൽ വാട്ടർ വേ 57ഉം ആണ് ഇപ്പോൾ ആക്റ്റീവ്ലി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം അന്ന് നമ്മൾ 2016 കൊണ്ടുവന്ന ഒരു ആക്ട് പ്രകാരം 20ഓളം റിവർ, നോർത്ത് ഈസ്റ്റിലുള്ള 20ഓളം റിവറിനെ നമ്മൾ നാഷണൽ വാട്ടർ വേസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും പേര് മാത്രമാണ് ആക്റ്റീവായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. ഇനിയും നമുക്ക് എന്ത് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാൻ വേറെ കുറേ റിവേഴ്സ് ഉണ്ട്. ഇനി ആസം ലോഞ്ചസ് മിഷൻ വസുന്ധര 3.0 ലാൻഡ് പട്ടാസ്. അപ്പം ആസാം ഗവൺമെൻറ്റിൻ്റെ മിഷൻ വസുന്ധര 3.0 ഇനിഷ്യേറ്റീവ് അവർ കൊണ്ടുവന്നു. ഇതിൽ അവരെന്താ അതിലോട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ലാൻഡ് അലോട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റ്സ് വെർ ഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് സോനിത്പൂർ ഡിസ്ട്രിക്റ്റ്. അപ്പോൾ സോനിത്പൂർ ഡിസ്ട്രിക്റ്റിലായിട്ട് ലാൻഡ് അലോട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുകയാണ്. ഇങ്ങനെ ലാൻഡ് അലോട്ട് ചെയ്തു എന്നുള്ള രീതികൾ സർട്ടിഫിക്കറ്റ്സുകൾ ഇങ്ങനെ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ടു എൻഷുർ ദ ലാൻഡ് റൈറ്റ് ഫോർ അവിടുത്തെ ഇൻഡിജീനിയസ് പീപ്പിളിന്, അവിടെ തന്നെ ഉള്ള ആളുകൾക്കും, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ, സോഷ്യൽ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനുമൊക്കെ അവരുടെ ലാൻഡ് റൈറ്റ്, അവർക്ക് അവരുടെ സ്ഥലത്തിനോടുള്ള ഒരു റൈറ്റ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആസാം ഗവൺമെൻറ് എന്ത് തീരുമാനിച്ചു? അവരാണെങ്കിൽ ഇതുപോലെ സർട്ടിഫിക്കറ്റ്സ്, ലാൻഡ് അലോട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു മിഷൻ വസുന്ധര ലോഞ്ച് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ സ്ട്രീംലൈൻ ഹിസ്റ്റോറിക്കലി ഡിസോർഗനൈസ്ഡ് ലാൻഡ് റെക്കോർഡ്സ്. അവിടെ ഡിസോർഗനൈസ്ഡ് ആയിട്ട് കിടന്ന ലാൻഡ് റെക്കോർഡുകളൊക്കെ ഒന്ന് മാറ്റി അവർക്ക് എല്ലാവർക്കും കറക്റ്റായിട്ട്, ഇപ്പോൾ പറഞ്ഞ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും അവിടെയുള്ള ഇൻഡിജീനിയസ് ആളുകൾക്കും കറക്റ്റായിട്ട് അവരുടെ ലാൻഡ് റൈറ്റ്സ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു മിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ മിഷൻ വസുന്ധര 1.0 എന്ത് റിസോൾവ് ചെയ്തു? കൺസർവേഷൻ ആൻഡ് റെക്കോർഡ് കറക്ഷൻ റിസോൾവ് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കൺവേർഷൻ ആൻഡ് റെക്കോർഡ് കറക്ഷൻ, കൺവേർഷൻസും അതുപോലെ തന്നെ റെക്കോർഡിലുള്ള കുറേ കറക്ഷൻസുകളൊക്കെ റിസോൾവ് ചെയ്തു. ഇനി 2.0 എന്താണ് ചെയ്തത്? ലാൻഡ് റൈറ്റ്, ഇൻഡിജീനിയസ് പീപ്പിളിന് ഗവൺമെൻറ് ലാൻഡിൻ്റെ മേളിലുള്ള ഒരു ലാൻഡ് റൈറ്റ് ഗ്രാൻഡ് ചെയ്തു. മിഷൻ 4.0യും 5.0യും ബാക്കിയുള്ള ലാൻഡ് ഇഷ്യൂസുകളൊക്കെ സോൾവ് ചെയ്യും എന്നാണ് അവർ പറയുന്നത്. ഇനി ജമ്മു യൂണിവേഴ്സിറ്റി എന്ത് ഹോസ്റ്റ് ചെയ്യാണ്? ഗൂഞ്ച് 2026 യൂത്ത് ഫെസ്റ്റിവൽ ലോഞ്ച് ചെയ്യുകയാണ്. ദി യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു ഇസ് ഗോയിങ് ടു ഓർഗനൈസ്, നമ്മുടെ ജമ്മു യൂണിവേഴ്സിറ്റി എന്ത് ഓർഗനൈസ് ചെയ്യാണ്? 3rd എഡീഷൻ ഗൂഞ്ച് 2026ൻ്റെ 3rd എഡീഷൻ ഓർഗനൈസ് ചെയ്യുകയാണ്. ഇതൊരു യൂത്ത് ഫെസ്റ്റിവലാണ്, ഒരു മൾട്ടി ജനർ യൂത്ത് ഫെസ്റ്റിവലാണ് ഈ പറയുന്ന ഗൂഞ്ച് 2026 എന്ന് പറയുന്നത്. 3rd എഡീഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് 3rd എഡീഷനാണെന്ന് പറയുമ്പോൾ നമുക്കറിയാം 2024ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, ഇതിൻ്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഒരു കുട്ടികളുടെ
നമുക്കറിയാം യൂത്ത് ഫെസ്റ്റിവൽസ് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക, ഡെവലപ്മെൻറ്റ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള രീതിക്കാണ് അവരിത് കൊണ്ടുവന്നത്. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ടും ഉള്ളത്? സ്പോർട്സ്, കൾച്ചറൽ ആക്ടിവിറ്റീസും പിന്നെ ബെസ്റ്റ് പ്രാക്ടീസസ് ഷോ കേസുമാണ് ഉള്ളത്. സാധാരണ നമ്മളുള്ള യൂത്ത് ഫെസ്റ്റിവൽസിലുള്ള പോലെ തന്നെ സ്പോർട്സ്, കൾച്ചറൽ ആക്ടിവിറ്റീസ് പിന്നെ മറ്റ് ഇംഗ്ലീഷ് എന്താണ് ബെസ്റ്റ് പ്രാക്ടീസ് ഷോ കേസസ് ഒക്കെയാണ് ഈ ഒരു യൂത്ത് ഫെസ്റ്റിവലിൽ ഉള്ളത്. ഇനി മൗണ്ട് അബു റീനെയിംഡ് അബു രാജ്, രാജസ്ഥാൻ ചേഞ്ചസ് 3 ഹിസ്റ്റോറിക് സിറ്റി നെയിംസ്. അപ്പോൾ രാജസ്ഥാൻ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ഭജൻ ലാൽ ശർമ്മ എന്ത് അനൗൺസ് ചെയ്തു? 3 ഹിസ്റ്റോറിക് സിറ്റികളെ റീനെയിം ചെയ്യാൻ പോവാണ് എന്ന് തീരുമാനിച്ചു. അങ്ങനെ മൗണ്ട് അബുവിനെ ഇപ്പം നമ്മൾ വിളിക്കുന്ന അബു രാജ് എന്നാണ്. മൗണ്ട് അബു എന്ന് പറയുന്നതാണ് നമ്മുടെ രാജസ്ഥാനിലുള്ള ഒരേ ഒരു ഹിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഹിൽ സ്റ്റേഷൻ നമ്മളിപ്പോൾ ഒരു പുതിയ പേരിട്ടു, അതാണ് അബു രാജ്. അങ്ങനെ റീനെയിം ചെയ്തു, അബു രാജ് എന്ന് റീനെയിം ചെയ്തു. പിന്നെ ജഹാസ്പൂർ എന്ന് പറഞ്ഞ ഒരു ഹിസ്റ്റോറിക് ടൗൺ ആണ്, അത് ബെൽവാര ഡിസ്ട്രിക്റ്റിലുള്ളതാണ്. ആ ഒരു ജഹാസ്പൂരിനെ നമ്മളിപ്പോൾ റീനെയിം ചെയ്തിരിക്കുന്നത് ഖമുവാൻ എന്നാണ് റീനെയിം ചെയ്തിരിക്കുന്നത്. പിന്നെ കമാൻ എന്ന് പറയുന്നത് ഒരു പ്രോമിനൻറ്റ് ടൗൺ, നമ്മൾ ഭരത്പൂർ ഡിസ്ട്രിക്ട്, രാജസ്ഥാനിലെ ഭരത്പൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു പ്രധാനപ്പെട്ട ടൗൺ ആണ് കമാൻ എന്ന് പറയുന്നത്. ഈ കമാനെ നമ്മൾ എന്തായിട്ടാണ് ഇപ്പോൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ യാഗ്യാപൂർ എന്നാണ് അതിനെ ഇപ്പം വിളിക്കുന്നത്. അപ്പോൾ 3 സ്ഥലങ്ങളാണ്. മൗണ്ട് അബുവിനെ അബുരാജ് ആക്കി, അതുപോലെ തന്നെ ഖമാനെ യാഗ്യാപൂർ ആക്കി, ജഹസ്പൂരിനെ ഖംവാൻ എന്നാക്കി. അല്ല സോറി, തിരിച്ചാട്ടോ. അതായത് കമാനെ നമ്മൾ ഖാംവാൻ എന്നും അതുപോലെ തന്നെ ജഹസ്പൂരിനെ നമ്മൾ യാഗ്യാപൂർന്നുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? റീനെയിം ചെയ്തിരിക്കുന്നത്. മൗണ്ട് അബുവിനെ അബുരാജ് എന്നും ചെയ്തു. അപ്പോൾ മൗണ്ട് അബു എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലുള്ള ഒരേ ഒരു ഹിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ അബുരാജ് ആക്കി മാറ്റിയിട്ടുണ്ട്, അങ്ങനെ റീനെയിം ചെയ്തു. അതുപോലെ തന്നെ ഖമാൻ എന്ന് പറഞ്ഞ സ്ഥലത്തിനെ ഖമവാൻ എന്നും അതുപോലെ ജഹാസ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിനെ യാഗ്യാപൂർ എന്നും എന്ത് ചെയ്തിട്ടുണ്ട്? റീനെയിം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് 2026 ലൂണർ എക്ലിപ്സ് എന്നാണ് എങ്ങനെയാണ് നമ്മൾ വാച്ച് ചെയ്യുന്നതൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഫസ്റ്റ് ടോട്ടൽ ലൂണർ എക്ലിപ്സ് ഓഫ് ദി ഇയർ വിൽ ടേക്ക് പ്ലേസ് ഓൺ മാർച്ച് 3. മാർച്ച് 3-ാം തീയതിയാണ് നമ്മുടെ ഈ ലൂണർ എക്ലിപ്സ്, ടോട്ടൽ ലൂണർ എക്ലിപ്സ്, നമ്മുടെ ഇയറിലെ ടോട്ടൽ ലൂണർ എക്ലിപ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇത് ചന്ദ്രഗ്രഹണമാണ്, നമുക്ക് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ലൂണർ എക്ലിപ്സ് ഒക്കർ ചെയ്യുന്നത് വെൻ എർത്ത് മൂവ്സ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് മൂൺ. നമുക്കറിയാവുന്ന കാര്യമാണ്. എന്താ ലൂണർ എക്ലിപ്സ് എന്ന് പറയുന്നത്? എന്താ, എർത്ത് സണ്ണിൻ്റെയും മൂണിൻ്റെയും ഇടയിലേക്ക് വരുന്ന സമയത്ത് എർത്തിൻ്റെ ഷാഡോ എവിടേക്ക് അടിക്കുന്നു? മൂണിൻ്റെ സർഫസിലേക്ക് അടിക്കുന്നു. ഈ സമയത്താണ് ലൂണർ എക്ലിപ്സ് ഉണ്ടാകുന്നത്. ഈ ഒരു സമയത്ത് മൂൺ എന്തായിട്ട് കുറച്ചും കൂടെ റെഡിഷ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഡിമ്മറായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു റെഡിഷ് അപ്പിയറൻസിനെയാണ് നമ്മൾ ബ്ലഡ് മൂൺ എന്ന് വിളിക്കുന്നത്. ഇപ്പം ഇങ്ങനെ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ മൂണിനെ കാണാൻ പറ്റും. അതിൻ്റെ കാരണം എന്താണ്? സണ്ണിൻ്റെ മൂണിൻ്റെയും ഇടയിൽ നമ്മൾ എർത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എർത്തിൻ്റെ ഷാഡോ മൂണിലേക്ക് അടിച്ചിട്ടാണ് ഈ ഒരു റെഡിഷ് കളറിലേക്ക് ഇത് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ബ്ലഡ് മൂൺ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഇത് ലൂണർ എക്ലിപ്സ് 2026 എന്നാണ് മാർച്ച് 3, 2026 നമുക്ക് കാണാൻ പറ്റുന്നത്. ചന്ദ്രഗ്രഹണമായിട്ട് നമുക്ക് നേക്കഡ് ആയതുകൊണ്ട് തന്നെ ഇത് കാണാനായിട്ട് പറ്റും. ഇനി ജമ്മു ആൻഡ് കാശ്മീർ റാഞ്ചി ട്രോഫി എന്ത് ചെയ്തു? റാഞ്ചി ട്രോഫി വിൻ ചെയ്തു. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ ആണെങ്കിൽ ആദ്യമായിട്ട് അങ്ങനെ റാഞ്ചി ട്രോഫി വിൻ ചെയ്യുകയാണ്. അപ്പോൾ റാഞ്ചി ട്രോഫിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ക്രിക്കറ്റിനകത്ത് വരുന്ന ഒരു ട്രോഫിയാണ്. ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ ആണ് ഫൗണ്ട് ചെയ്തത്. വാസ് നെയിംഡ് ആഫ്റ്റർ വൺ ഓഫ് ദി ഇന്ത്യസ് ഫസ്റ്റ് ടെസ്റ്റ് ക്രിക്കറ്റർ. ഇന്ത്യയുടെ ആദ്യത്തെ ടെസ്റ്റ് ക്രിക്കറ്റർ ആയിട്ടുള്ള രാഞ്ജിത് സിംഗ് എന്ന് പറയുന്ന ആളുടെ പേരിലാണ് നമ്മൾ ഈ ഒരു ട്രോഫി നെയിം ചെയ്തിരിക്കുന്നത്. അപ്പം രാഞ്ജിത് സിംഗ് എന്ന് പറയുന്ന ആളെ നമ്മൾ ഫാദർ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ റാഞ്ചി ട്രോഫി എന്ന് പറയുന്നത് ഒരു ഡൊമസ്റ്റിക് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് സീരീസ് ആണ്. പ്ലേഡ് ബൈ റീജിയണൽ ടീമുകളാണ് ഇതിനകത്ത് കളിക്കുന്നത്. അപ്പോൾ അവർ കളിക്കുന്ന ഒരു ഡൊമസ്റ്റിക് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് സീരീസ് ആണ് ഈ പറഞ്ഞ റാഞ്ചി ട്രോഫിയിൽ വരുന്നത്. അപ്പോൾ റാഞ്ചി ട്രോഫി ആര് വിൻ ചെയ്തു? നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ വിൻ ചെയ്തു. 67 വർഷം വെയിറ്റ് ചെയ്തിട്ട് ആദ്യമായിട്ട് അവർ ഒരു റാഞ്ചി ട്രോഫി അവർക്ക് കിട്ടുകയാണ്. പിന്നെ ക്രിക്കറ്റ് ടൂർണമെൻറ്റ്സ്, മറ്റ് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ടൂർണമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുലീപ് ട്രോഫി, വിജയ് ഹസാരെ ട്രോഫി, ദിയോദർ ട്രോഫി, ഇറാനി കപ്പ്, ഇതൊക്കെ മറ്റ് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ടൂർണമെൻറ്റാണ്. ഇതെല്ലാം ഇന്ന് വളരെ ഡൊമസ്റ്റിക് ആയിട്ട് റീജിയണൽ ടീമുകൾ തമ്മിൽ കളിക്കുന്ന ഒരു ട്രോഫീസാണ്, അങ്ങനത്തെ സീരീസാണ് ഈ പറയുന്നത്. അതിനകത്ത് ഒരെണ്ണം റാഞ്ചി ട്രോഫി. അതല്ലാണ്ട് ബാക്കിയുള്ളതാണ് എന്തൊക്കെ? ദുലീപ് ട്രോഫിയും വിജയ് ഹസാരെ ട്രോഫിയും ദിയോദർ ട്രോഫിയും ഇറാനി കപ്പ് എന്ന് പറയുന്നത്. ഇനി
വങ്കേറ്റ് സ്റ്റേഡിയത്തിന് അവർക്ക് എന്താണ് ഓണേഴ്സ് രവി ശാസ്ത്രി നെയിം സ്റ്റാൻഡ് ആഫ്റ്റർ ഫോമർ ഇന്ത്യൻ ക്യാപ്റ്റൻ. ഇപ്പോൾ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ ഹാസ് ഡിസൈഡഡ് ടു നെയിം വൺ ഓഫ് ദി ഐക്കോണിക് സ്റ്റാൻഡ് അറ്റ് ദ വങ്കേറ്റ് സ്റ്റേഡിയം ഓൺ ഫോർമർ ഇന്ത്യൻ പ്ലെയർ ടേൺഡ് കോച്ച് ആൻഡ് കമാൻഡർ രവി ശാസ്ത്രി. അപ്പോൾ രവി ശാസ്ത്രിക്ക് വേണ്ടി എന്താണ് ഈ പറഞ്ഞ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ ഡിസൈഡ് ചെയ്തിട്ട് അവരൊരു വങ്കേറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഒരു ഐക്കോണിക് സ്റ്റാൻഡ് നടത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ ഓണർ ചെയ്യുക. ഈ രവി ശാസ്ത്രി എന്ന് പറഞ്ഞ അടുത്തൊരു കോച്ചും കമൻറ്റേറ്ററും ആണ്. അപ്പോൾ ആളെ ഒന്ന് ഓണർ ചെയ്യുക ആൾക്ക് എന്നുള്ള രീതിക്കാണ് ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാൻഡ് ചെയ്യുന്നത്, ആൾക്ക് ട്രോഫി കൊടുക്കുന്നത്. അപ്പാർട്ട് ഫ്രം ശാസ്ത്രി MC എപെക്സ് കൗൺസിൽ ഹാസ് ഡിസൈഡഡ് ടു ഓണർ അതർ നോട്ടബിൾ. അതുപോലെ തന്നെ മറ്റ് നോട്ടബിൾ ഫിഗേഴ്സിന് ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓണർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ശാസ്ത്രി മാത്രമല്ല മറ്റ് വേറെ കുറച്ച് ഫിഗേഴ്സിനെ, അങ്ങനെ വരുന്ന മറ്റ് ആൾക്കാരെയും എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പ്രധാനപ്പെട്ട ആൾക്കാരെയും അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഓണർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫെയർസ് ഇതൊക്കെയാണ്. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, റാഞ്ചി ട്രോഫി, ജമ്മു ആൻഡ് കാശ്മീർ റാഞ്ചി ട്രോഫി വിൻ ചെയ്തു നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് ലൂണാർ എക്ലിപ്സ് 2026 ലൂണാർ എക്ലിപ്സ് March 3, അതായത് നാളെയാണ്, March 3 നമുക്ക് എന്ത് നേക്കഡായിട്ട് കാണാൻ പറ്റും. ഇതിൽ നമ്മൾ പറഞ്ഞു ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞത് എർത്ത് സണ്ണിൻ്റെയും മൂണിൻ്റെയും ഇടയിൽ വരുമ്പോൾ എർത്തിൻ്റെ ഷാഡോ മൂണിൽ അടിക്കുമ്പോഴാണ് എന്ത് ലൂണാർ എക്ലിപ്സ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രാജസ്ഥാനിലെ 3 സ്ഥലങ്ങളുടെ പേര് മാറ്റിയിട്ടുണ്ട്. മൗണ്ട് അബുവിൻ്റെ പേര് മാറ്റി ഖമാൻ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെയും ജഹാസ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, റീനെയിം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് ജമ്മു യൂണിവേഴ്സിറ്റി എന്ത് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗൂഞ്ച് 2026 എന്ന് പറഞ്ഞ യൂത്ത് ഫെസ്റ്റിവൽ എന്ത് ചെയ്യുക, ഹോസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ മിഷൻ വസുന്ധരയുടെ അണ്ടറിൽ 3.0 അണ്ടറിൽ എന്ത് ചെയ്തു, ആസാം ഗവൺമെൻറ് ലാൻഡ് അലോട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റുകളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പിന്നെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് പോർട്ടിൻ്റെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള സബർനാഥ് സോനോവാൽ എന്ത് ഇനാഗ്രേറ്റ് ചെയ്തു, 3 നാഷണൽ വാട്ടർ വേസ് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. 3 വാട്ടർ വേസ് പ്രോജക്റ്റുകൾ ഇനാഗ്രേറ്റ് ചെയ്തു. പിന്നെ HPV വാക്സിൻ നേഷൻ വൈഡ് കൊണ്ടുവരാൻ വേണ്ടി, അങ്ങനെ HPV വാക്സിൻ പ്രോഗ്രാം നേഷൻ വൈഡ് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വാറിനെ ബേസ്, ഇപ്പം നടക്കുന്ന ഡിഫൻസ് വാർ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പാകിസ്ഥാൻ ഒരു ഓപ്പൺ വാർ ഡിക്ലെയർ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഇറാനിൻ്റെ ഇതുപോലെ ഇറാനിൻ്റെ റിലീജിയസ് ലീഡറായിട്ടുള്ള അയറ്റോള അലി ഖമീൻ എന്താണ് ഇപ്പം ആൾ മരിച്ചുപോയി നമ്മൾ പറഞ്ഞു. പിന്നെ ഇറാനും അതുപോലെ US-ഉം ഇസ്രയേലും കൂടി എന്താണ് ഇറാനെതിരെ ഒരു ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി ലോഞ്ച് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് LCH പാർച്ചന്ദ് ഹെലികോപ്റ്ററിനെ പറ്റിയിട്ടായിരുന്നു. ഈ ഹെലികോപ്റ്റേഴ്സിൻ്റെ അതിനകത്ത് ഒരു ഹെലികോപ്റ്ററിൽ എന്താണ് നമ്മുടെ ദ്രൗപദി മുർമു 25 മിനിറ്റ് ഷോർട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് എന്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു, എക്സൈസ് വായു ശക്തി രാജസ്ഥാനിൽ വെച്ചിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫെയർസ്.